നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ലഹരി മാഫിയകൾക്കെതിരെ സംസ്ഥാനം ഒട്ടാകെ KSUവിൻ്റെ പ്രതിഷേധം തൊടുപുഴയിൽ സംഘർഷാവസ്ഥയിൽ. വാട്ടർ ടാങ്ക് റോഡിൽ പ്രതിഷേധക്കാരെ പോലീസ് തടയുകയും ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് വാരിക്കേടുകൾ ഫേരിച്ച് എക്സൈസ് ഓഫീസറെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ നേരത്താണ് സംഘർഷാവസ്ഥയിൽ. എന്നാൽ KSUവിൻ്റെ ചുണക്കുട്ടികൾ സംഘർഷാവസ്ഥ തരണം ചെയ്ത് എക്സൈസ് ഓഫീസിലേക്ക് തന്നെ തിരിച്ചുപിടിച്ചു. എക്സൈസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംരക്ഷണ വലയം ഭേദിച്ച് KSUവിൻ്റെ യുവതാരങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടറുടെ റൂമിൽ ഇരിപ്പായി. അവസാനം വരാനിരിക്കുന്ന അള്ളസർ കലോത്സവവുമായി ബന്ധപ്പെട്ട് തൊടുപുഴ ഏറ്റവും വലിയ ലഹരി മാഫിയകളുടെ സംഘത്തിൻ്റെ വിളയാട്ടമാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ട മുൻകരുതലുകൾ ഒരുക്കണമെന്നാണ് KSUവിൻ്റെ ഭാരവാഹികൾ എക്സൈസ് ഇൻസ്പെക്ടറെ ബോധ്യപ്പെടുത്തിയത്. ഇപ്പോൾ തൊടുപുഴയിൽ നടക്കുന്ന പച്ചയായ സംഭവങ്ങൾ KSUവിൻ്റെ പ്രവർത്തകർ എക്സൈസ് ഇൻസ്പെക്ടറെ പച്ചയ്ക്ക് ബോധ്യപ്പെടുത്തിയപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറിനും മറുപടി മുട്ടിയ സംഭവ വികാസങ്ങളാണ് എക്സൈസ് ഓഫീസിൽ അരങ്ങേറിയത്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 17 മുതൽ അല്ലസൽ വെച്ചിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നടക്കുകയാണ്. അല്ലസൽ വെച്ചിട്ട് MG യൂണിവേഴ്സിറ്റിയുടെ 3-4 ജില്ലകളിൽ നിന്നായിട്ട് ആളുകൾ വന്നിട്ടുള്ള പരിപാടിയാണ്. കഴിഞ്ഞ ഒരു 2-3 മാസ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ സാധനം നോക്കി അറിയാൻ സാധിക്കും. തൊടുപുഴ, മങ്ങാട്ടുകോല, അങ്ങ് വടക്കുമുറി മേഖലകളിൽ SFIയും അതിന്റെ ആളുകളോട് കൂടിയിട്ട് ഇവിടെ ലഹരി എത്രമാത്രം ഒഴുകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എത്രയേറെ തവണകൾ പലയിടങ്ങളിൽ പോലീസിലും അല്ലാതെ എടുത്തായിട്ട് കംപ്ലൈന്റ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഏത് ക്യാമ്പസിലായാലും, ന്യൂമാൻ ആയാലും സെന്റ് ജോസഫ് ആയാലും, എല്ലാറ്റിലും ഉപരി അല്ലസർ എന്ന് പറഞ്ഞ ക്യാമ്പസിലാണ് ഈ ആളുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ലഹരിയുടെ ഒരു മാഫിയായി മാറിയിരിക്കുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ പണ്ട് പറയുന്നത് അതിലൊരു സാധനം മേടിക്കുക, ചെറിയ കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത സാധനമായിരിക്കും. MDMA, കൊക്കൈനും പോലുള്ള സാധനങ്ങളാണ് ഇവിടെ വളരെ സുലഭമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങളും പോലീസുകാരും മാത്രമാണ്. നിങ്ങൾ കാര്യക്ഷമമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള നീക്കുപോക്ക് ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് മാർച്ച് കടന്നുകൊണ്ടിരുന്ന പ്രസിഡന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ സാറിന് സംസാരിക്കും. ഈ കലോത്സവത്തില് വലിയ രീതിയിലേക്ക് മദ്യപിച്ചു വന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം SFIക്കാർ വ്യാപകമായി കലോത്സവം നടത്തുന്ന SFI ആണ്, യൂണിവേഴ്സിറ്റി യൂണിയൻ അവരാണ്. നിങ്ങൾക്കൊരു അമാന്ത നയമാണ് ഇവിടെ എസ്പെഷ്യലി തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന സംഭവത്തിൽ എത്രയോ നാളുകളായിരുന്നു. ഈ കലോത്സവത്തിനുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇവിടെ രാസലഹരികൾ ഇവിടെ ഒഴുക്കുന്നുണ്ട് എന്നത് എന്ത് ചെയ്യുക, ഇവരുടെ ക്യാമ്പസിലെ കുട്ടികളുടെ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ റൂമിലിരിക്കുക അല്ലാണ്ട് ഇതിനെപ്പറ്റി വ്യാപകമായിട്ടുള്ള രീതിയിലേക്ക് ഒരു റെയ്ഡ് നടത്തുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയോ, ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ കലോത്സവ സമയത്ത് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അടിച്ചു വന്നിട്ട് അനാവശ്യ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇവിടുത്തെ ക്രമസമാധാനത്തെ ബാധിക്കും. അത് വലിയ രീതിയിലേക്കുള്ള ഒരു വിഷയമായിട്ട് ഞങ്ങളത് കേസ് ഏറ്റെടുക്കും. ഇവിടെ മറ്റ് ജില്ലകളിൽ നിന്ന് കലോത്സവത്തിനായിട്ട് വരുന്ന പിള്ളേരാണ്. അവർക്ക് മാന്യമായിട്ട് ഇവിടെ കലോത്സവത്തിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചുകൊണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥർ അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിക്കെതിരെ യുവജനങ്ങൾ ബോധവൽക്കരണം ഉണ്ടായി അല്ലെങ്കിൽ അറിവുണ്ടായി പ്രതികരിക്കുന്ന നല്ല കാര്യമാണ്. അതോടൊപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം പറയണം. ഇപ്പം ഞങ്ങളെടുത്ത കേസുകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 5.5 കിലോ കഞ്ചാവ് പിടിച്ചു, അതുപോലെ തന്നെ ഓയിൽ പിടിച്ചു. ഇതെല്ലാം കുട്ടികൾ തന്നെ പിടിക്കുന്നത്. അതെന്ന് വെച്ചാൽ 25-23 വയസ്സുള്ളവരെ തന്നെ പിടിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാവരും നമ്മൾ കുട്ടികളായിട്ടും അതുള്ള ഇത് തന്നെ പരിഗണിക്കുന്നത്. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരെയും നമ്മൾ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് രാഷ്ട്രീയമല്ല പ്രധാനം. നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ ഈ തെറ്റായ വഴിക്ക് പോകുന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് കൊടുക്കുക, അവന് മുന്നോട്ട് വരിക. അങ്ങനെ നിങ്ങൾ യുവജന സംഘടനകൾ രാഷ്ട്രീയ ബന്ധമുള്ളവർ വരുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്നതോടുകൂടി എക്സൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം വർദ്ധിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഈ പറഞ്ഞ അല്ലസർ മേഖലയിൽ നിന്ന് പോലീസ് തന്നെ 40 കിലോ കഞ്ചാവ് പിടിച്ചു, അതുപോലെ MDMA പിടിച്ചു. വളരെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഒരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പുതിയ ബുദ്ധി കണ്ടുപിടിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ അംഗബലം വെച്ചുകൊണ്ട് പരമാവധി ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഓരോ മാസവും കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കേസ് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കേസെടുത്ത് ആളുകളെ ജയിലിലാക്കുക എന്നതിലുപരി ആളുകളിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള പരിശ്രമമാണ് ഈ വിമുക്തി കൊണ്ട് ചെയ്യുന്നത്. അതും പോലീസും ചെയ്യുന്നുണ്ട്. പോലീസിന് ഇപ്പം സൈബർ വിഭാഗത്തിൽ മറ്റേ യോധ ഇറങ്ങിയിട്ടുണ്ട്.
ആർക്ക് ഏത് സമയം വിളിക്കാം, എക്സൈസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ന് തന്നെ 4 വീടുകൾ റെയ്ഡ് ചെയ്തു. അത് ഒരു ദിവസത്തെ സംഭവമല്ല, ദിവസവും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ കേസ് എടുക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് തൊണ്ടി സാധനങ്ങൾ കയ്യിലെടുത്ത് NDPSന്റെ നിയമത്തിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം കേസെടുക്കാൻ. അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ദുർബലമാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. സാറേ, ഇത്രയും നിങ്ങൾ ഇത് റെയ്ഡ് മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നത് നിരന്തരമായി നടക്കുന്ന പ്രക്രിയയാണ്. ഇത് ഇത്രയും നാളായിട്ട് നമ്മുടെ നിയമ സംവിധാനം ഇത്ര വളർന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇതിന്റെ ഒറിജിൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല? സാറേ, നിങ്ങൾ 20 കിലോ 40 കിലോ 50 കിലോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു 2 കിലോ പിടിക്കുന്നു, അല്ലെങ്കിൽ 5 കിലോ പിടിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒറിജിൻ എവിടെ? ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു, അവരെ പ്രതികളാക്കുന്നു, അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, നല്ല കാര്യം തന്നെ. അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് അതിനൊരു ക്യാരിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ പിടിക്കുന്നു. അതിന്റെ മുകളിലേക്ക് എവിടെ നിന്ന് ഇത് വരുന്നു? ഇത്രയും കാര്യക്ഷമമായിട്ട് എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇവിടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റെല്ലാ സംവിധാനങ്ങളും ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല? കേവലം നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇത് പിടിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല, ഇതിന്റെ വമ്പന്മാരായിട്ടുള്ള ആളുകൾ, അത് അവർക്ക് രാഷ്ട്രീയ ഐഡന്റിറ്റി ഉണ്ടോ, പ്രൊട്ടക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടോ, മറ്റ് വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഇതുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ ഈ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരോട് നിങ്ങൾക്ക് നോ എന്ന് പറയാനുള്ള ഒരു ആർജവം നിങ്ങൾ കാണിക്കണം. അതിനെ നിങ്ങൾ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. ഈ എക്സൈസ് ഓഫീസിന്റെ അവിടെ കൃത്യം 1 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. ഈ താഴെയാണ്. കൃത്യം 1 മാസം മുമ്പ് ഞാൻ സംസ്ഥാന ഭാരവാഹിയായ കേസുണ്ട്. ഞാനും ജില്ലാ ഭാരവാഹികളെ പോകുന്ന വഴിക്ക് കഞ്ചാവ് മാഫിയ ആണെന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ അവര് ഉപയോഗിച്ചിട്ടുണ്ട് സാധനം. അവർ വന്ന് ഞങ്ങളുടെ കാറ് തല്ലി തകർന്നു. ഞങ്ങൾ SP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു. KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അതിനകത്ത് ഇടപെട്ടു. SP വിളിച്ചു. എന്നിട്ട് പോലും അതിന്റെ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വെച്ച് ഈ പറയുന്ന ഈ പ്രാദേശികമായി നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയ പിൻബലമുള്ള ആളുകളെ, തൊടുപുഴ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകളെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നോ അന്വേഷിക്കുന്നോ ഇല്ല. ഞങ്ങളത് കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പിന് ഉൾപ്പെടെ പരാതി കൊടുത്തതാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ പരാതി. എക്സൈസ് ഓഫീസിന്റെ മൂക്കിന് താഴെ പരിപാടി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പറയാം. സംസ്ഥാന ഭാരവാഹിയായ എന്റെ വീട് വന്ന് പറയപ്പെടുന്ന ടൗണിൽ എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ വന്ന് കത്തിക്കുന്നു പറഞ്ഞു. വീട്ടിൽ കയറി. എന്നിട്ട് പോലും അതിനൊരു നടപടി എടുക്കാനോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന് കേസ് അന്വേഷിക്കാനും പോലും തയ്യാറായില്ല. ഈ ഒറ്റ പരിധി അല്ലാതെ മറ്റെന്താ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കേണ്ട SI ഉൾപ്പെടെയുള്ള പോലീസ് സേനയ്ക്ക് ഉള്ള അത്രയും ബാധ്യത എന്തായാലും ആർക്കില്ല, എക്സൈസിനില്ല. സാറന്മാർക്ക് കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് ആ രീതിയിൽ പോയാൽ പോലെ. എക്സൈസിന്റെ ഭാഗത്ത് വീഴ്ച വന്നതായ ഒരു പരാതി പോലും ഈ അടുത്ത നാൾ നിങ്ങൾക്കോ ആർക്കും ഉണ്ടായിട്ടില്ല. ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിരന്തരം ഈ നാടുകളിൽ സമരം നടക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ MLA ഉൾപ്പെടെ UDFന്റെ MLA മുഴുവൻ സെക്രട്ടറി പഠിക്കൽ സമരം ഇരുന്നത് ഈ വിഷയത്തിലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷയമില്ല എന്ന് പറയുന്നത്? തൊടുപുഴത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. തൊടുപുഴയിലെ ഇതിന്റെ ശക്തമായ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന സർക്കാരിന്റെ നയത്തിനെതിരെ ഉദ്യോഗസ്ഥർ പരാജയപ്പെടുന്ന ഒരു വലിയ കാഴ്ചയായിരുന്നു ഇത്. ആരംഭിക്കാൻ പോകുന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവം, ആ കലോത്സവത്തില് ഇതിൽ വലിയ രീതിയിലേക്കുള്ള ലഹരി ഒഴുകും. ഞങ്ങൾ ഇൻഫർമേഷൻ തരാം, പക്ഷെ നിങ്ങൾക്ക് പ്രഹസനമാകരുത്, ചെയ്യണം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.